ഈ മാസം 26-നാണ് ഗതാഗത മന്ത്രിയായിരുന്ന AK ശശീന്ദ്രന്റെ പേരിൽ അശ്ലീല ഫോൺ സംഭാഷണം സ്വകാര്യ ചാനൽ പുറത്തുവിട്ടത്. ഫോൺ സംഭാഷണം പുറത്തു വന്നയുടൻ തന്നെ ശശീന്ദ്രൻ മന്ത്രിപദം രാജിവെക്കുകയും ചെയ്തു. തുടർന്നാണ് സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന വാദം ശക്തമായത്. സംപ്രേഷണം ചെയ്ത സംഭാഷണത്തിൽ പെൺകുട്ടിയുടെ ശബ്ദം ഇല്ലാതിരുന്നത് സംശയത്തിന് ആക്കം കൂട്ടി. പെൺകുട്ടി ആരാണെന്ന് വെളിപ്പെടുത്താനും ചാനൽ തയ്യാറാകാതെ വന്നതോടെയാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ PA ആന്റണി അധ്യക്ഷനായ ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത്. അന്വേഷണ റിപ്പോർട്ട് 3 മാസത്തിനകം സമർപ്പിക്കണമെന്ന നിർദ്ദേശവും സർക്കാർ നൽകി. തുടർന്നും വിവാദങ്ങൾ ശക്തമായതോടെയാണ് സംഭവത്തിന്റെ നിജസ്ഥിതി വെളിച്ചത്ത് കൊണ്ടുവരാൻ പോലീസ് അന്വേഷണം അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടി വനിതാ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതികളുടെയും NCP യുവജന വിഭാഗം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ക്രൈംബ്രാഞ്ച് IG ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിൽ പാലക്കാട് SP പ്രതീഷ് കുമാർ, കോട്ടയം SP രാമചന്ദ്രൻ, സൈബർ സെൽ DYSP ഷാനവാസ്, ബിജുമോൻ എന്നിവരാണ് കേസ് അന്വേഷിക്കുക. സംഘം ഇന്നു മുതൽ അന്വേഷണം ആരംഭിക്കും. സർക്കാർ സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കിയതോടെ വാർത്തയിൽ ഖേദം പ്രകടിപ്പിച്ച് ചാനൽ CEO രംഗത്ത് വന്നു. നടന്നത് സ്റ്റിംഗ് ഓപ്പറേഷൻ ആണെന്നും ചാനൽ വ്യക്തമാക്കി. അതേസമയം വിഷയം സർക്കാരിനെ പ്രതിച്ഛായയെ ബാധിച്ച സാഹചര്യത്തിൽ അന്വേഷണം കാര്യക്ഷമപരവും വേഗത്തിലും പൂർത്തിയാക്കണമെന്ന നിർദ്ദേശവും സർക്കാർ നൽകിയിട്ടുണ്ട്. R. അരുൺരാജ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.